ഇത് ചാലിയാർ. കിഴക്കൻ ഹിമപർവ്വതങ്ങളിൽ നിന്നുദ്ഭവിച്ച് പടിഞ്ഞാറ് അറബിക്കടലിൽ അലിഞ്ഞു ചേരുന്ന നിറഞ്ഞ ജലസംഭരണി. ഒരു നാളിലിവിടെ മഴത്തുള്ളികൾക്കൊപ്പം കണ്ണീർ തുള്ളികളും പെയ്തിറങ്ങി. തേക്കടി ദുരന്തത്തിനു ശേഷം മനുഷ്യമക്കളുടെ കണ്ണിനെ ഈറനടിയിച്ച ഒരു തോണി ദുരന്തം. അരീക്കോട് മൂർഖനാട് സുബുൽസലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ അരിമ വിദ്യാർത്ഥികളിൽ 8 പേരുടെ ജീവൻ. ആ ദിവസവും പതിവ് പോലെ വിദ്യാർത്ഥികൾ പുഴകടക്കാൻ ഉസ്മാനിക്കയുടെ തോണിയെ ആശ്രയിച്ചു. പുഞ്ചിരിയോടെ കളി പറഞ്ഞും ചിരിച്ചും അവർ തോണിയിൽ കയറി. ഉസ്മാനിക്കയുടെ തോണിയിൽ നിറയെ വിദ്യാർത്ഥികൾ. അറ്റമില്ല ആഴത്തിലേക്ക് മുളങ്കോലാഴ്ത്തി ഉസ്മാനിക്ക തോണി തുഴഞ്ഞു തുടങ്ങി. പുഴമധ്യത്തിലെത്തിയ തോണിയുടെ താളം പിഴച്ചു, പുഴ കോപിച്ചു. അടുത്ത നിമിഷാർദ്ധം വിദ്യാർത്ഥികളുടെ ആർത്തനാദം. 8 ജീവനുകൾ പുഴ കവർന്നു. വിധി ജീവൻ തിരിച്ചു നൽകിയവരിൽ പൂർത്തിയാകാത്ത യാത്രയുടെ തോണിക്കാരനായി ഉസ്മാനിക്കയും. ചാലിയാറിന്റെ ഓളങ്ങൾക്ക് മേൽ അലയടിച്ച അവസാനത്തെ നിലവിളികൾ ഇന്നും ഉസ്മാനിക്കയുടെ കർണപ്പുടങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. പൂർത്തീകരിക്കാത്ത യാത്രാവഴിയിലെ ദുരന്ത കാഴ്ചകൾ കണ്ണിൽ മിന്നിമറഞ്ഞ് മനസ്സിൽ വേദന തീർക്കുമ്പോൾ സംഭവിച്ചതെല്ലാം ദൈവത്തിന്റെ പരീക്ഷണങ്ങൾ എന്ന വിശ്വാസത്തിൽ ഉസ്മാനിക ജീവിക്കുകയാണ്. കാട്ടിൽ പോയി മറഞ്ഞ കൂട്ടുകാർ, പൊള്ളിടുന്ന ഓർമ്മയായി കൂട്ടുകാർ, നിലവിളിച്ചു കരഞ്ഞിടുന്ന വീട്ടുകാർ, ആ നിലവിളിയിൽ തകർന്നു പോയ നാട്ടുകാർ. ഈ നദിയിൽ ഈ ഏതാനും വർഷം മുമ്പ് സംഭവിച്ച ദുരന്തം, 7 കുട്ടികൾ മരണപ്പെട്ട, തോണി മറിഞ്ഞ് മരണപ്പെട്ട സംഭവം. ആ സംഭവം അറിഞ്ഞ് ആദ്യം ഓടിയെത്തിയവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറിയ ആളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറെ ദുഃഖിച്ച ഒരു ദിവസമായിരുന്നു അന്ന്. ആ കുഞ്ഞു പൈതങ്ങൾ ഓർമ്മയായി, സ്നേഹത്തിൻ ദീപങ്ങൾ പൊലിഞ്ഞു പോയി. കാണാത്ത ദൂരേക്ക് യാത്രയായി, ഇന്ന് നാടിന് തീരാത്ത നൊമ്പരമായി. കൽവിന്റെ ഉള്ളിൽ ഇനിയെന്നുമെന്നും മായാതെ നിൽക്കും ആ കൂട്ടുകാർ. മയങ്ങുന്ന നേരം മനസ്സിന്റെ ഉള്ളിൽ ചിരി തൂകി നിൽക്കും ആ കൂട്ടുകാർ. മായാതെയായി മറയാതെയായി മനസ്സിന്നു മുറിവുകൾ തന്ന് ആ കൂട്ടുകാരിന്ന് പോയി. സ്നേഹത്തിൻ വാക്കുകൾ ചൊല്ലി നമ്മെ പിരിഞ്ഞിന്ന് പോയി. നീറുന്നിതാ നെഞ്ചിനകം, പിടയുന്നിതാ കൽവിനകം. നീറുന്നിതാ നെഞ്ചിനകം, പിടയുന്നിതാ കൽവിനകം. ഇന്നും ഒരു വേദനയോടെ ആ വിദ്യാർത്ഥികളെ ഓർക്കുകയാണ് അവരുടെ ഈ അധ്യാപകന്മാർ.
മനസ്സിൽ നിന്ന് മാഞ്ഞു പോവാതെ ഇന്നും കണ്ണിൽ നിറഞ്ഞു നിൽക്കുകയാണ് അവരുടെ ഓർമ്മകൾ. അവരുടെ കൂട്ടുകാരെ കാണുമ്പോൾ ഇവരുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോവുകയാണ്. ഇനി ഇതുപോലൊരു ദുരന്തം ഒരു അധ്യാപകർക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും കാണാൻ ഇടവരരുത് എന്ന പ്രാർത്ഥനയേയുള്ളൂ ഇവർക്ക്. അവരല്ലേ എന്റെ കൽവിൽ അവരല്ലേ, ആ കളിച്ചിരിയും മാനില്ലേ നെഞ്ചിൽ സങ്കടത്തിരയല്ലേ, വിധി തട്ടിയെടുത്തില്ലേ അവർ പോയി മറഞ്ഞില്ലേ, വിധി തട്ടിയെടുത്തില്ലേ അവർ പോയി മറഞ്ഞില്ലേ, നന്മ നിറഞ്ഞ എന്റെ സ്വന്തം കൂട്ടുകാരല്ലേ. കണ്ണീരിലായി എന്റെ കൂട്ടുകാർ പോയതിനാ, നാടാകെ കണ്ണീരിലായി എന്റെ കൂട്ടുകാർ പോയതിനാ, ഇന്ന് നമ്മുടെ നെഞ്ചിലെ തീക്കനലായവർ പൊള്ളുന്നൊരോർമ്മയാ, അവർ നാടിൻ കനിയാണേ എന്നും നാടിൻ നിധിയാണേ, അവർ നാടിൻ കനിയാണേ എന്നും നാടിൻ നിധിയാണേ. നാഥ ഇന്നിതാ ഞങ്ങളും തേങ്ങുന്നു, നാഥ ഇന്നിതാ ഞങ്ങളും തേങ്ങുന്നു, ഇതാ മക്കളാൽ നൊമ്പരം ഏറുന്നു, നാഥ ഇന്നിതാ ഞങ്ങളും തേങ്ങുന്നു, നാഥ ഇന്നിതാ ഞങ്ങളും തേങ്ങുന്നു. ഇനിയുള്ള കാലം ഓർമ്മയിലെന്നും ഇനിയുള്ള കാലം ഓർമ്മയിലെന്നും ഇവരിലായി എന്നെന്നും മഹ്ഫിറത്തോദാ. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് മരണത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ട് കരയിലേക്ക് നീന്തിയെത്തിയവരാണ് ഈ കൂട്ടുകാർ. കൂട്ടുകാരെക്കുറിച്ച് പറയുമ്പോൾ 1000 കഥകളാണ് ഇവർക്കുള്ളത്. കൂട്ടുകൂടി നടന്ന് കളിച്ചും ചിരിച്ചും അവർ പങ്കിട്ട ഓരോ ദിവസവും അവർക്ക് ഇപ്പോൾ വേദനയാണ്.